ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, ഞാൻ ഇന്നൊരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം ഓക്കെ ആവുമെന്നറിയില്ല, എനിക്ക് എടുക്കാനും അറിയില്ല മര്യാദക്ക്. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു 5:30 എണീറ്റ് കുളി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, കർക്കിടക മാസം ഏതായാലും രാവിലെ വിളക്കൊക്കെ അമ്മ കത്തിക്കും. പ്രാർത്ഥനയൊക്കെ ഒരു 6:15 കഴിയും. അപ്പോഴത്തേക്കും ആരും എണീറ്റിട്ടില്ല, അമ്മയും ഞാനും മാത്രമേ എണീറ്റിട്ടുള്ളൂ. അടുക്കളയിലേക്ക് പിന്നെ പണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. ഒരുപാട് വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതി നമ്മുടെ വീട് എങ്ങനെയാണോ അതുപോലെ സൂക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. കുറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതേ പാൽ ചായയും വെക്കും, കട്ടൻ ചായയും വെക്കും. അപ്പോൾ കട്ടൻ ചായ ചേട്ടനും പിള്ളേർക്കുമാണ്, അമ്മക്കും എനിക്ക് മാത്രമായിട്ട് പാൽ ചായ. അത് കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. ഞങ്ങളധികം രാവിലെ ഒരുപാട് കുടിക്കാറുണ്ട്, ഇച്ചിരി ഓവറായിട്ട് തന്നെ പറയാം. അപ്പോൾ അതേ പഞ്ചസാരയും പൊട്ടിച്ചിടണം, ചായപ്പൊടിയും പൊട്ടിച്ചിട്ടുണ്ട്. ചായപ്പൊടി പൊട്ടിച്ചിട്ടു, പഞ്ചസാര ഇനി പാത്രത്തിലാക്കണം. അത് കഴിഞ്ഞ് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, തെർമോക്കുക്കറിലോട്ട് ഇറങ്ങി വെക്കണത്. ചോറ് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്, തലേദിവസം വെച്ച ചോറ് കഴുകി വെക്കണം. അപ്പോൾ പാൽ ചായ ദേ അമ്മക്ക് എടുത്തിട്ടുണ്ട്. കട്ടൻ ചായ ഞങ്ങളിങ്ങനെ മധുരം ഇട്ട് വെച്ച് അങ്ങനെ എല്ലാം ഓക്കെ ആക്കി വെക്കുമെന്ന് വെച്ചാൽ പിള്ളേർക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കുന്ന രീതിയിൽ. ഇത് ഇവിടുത്തെ ഒരു ശീലമായി പോയിട്ടോ. പാൽ ചായ എടുത്ത് അമ്മക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ചോറ് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഈ ചൂടുവെള്ളം വെച്ചേക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ ആ ഗ്ലാസ്സിൽ തന്നെ ആട്ടോ, ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ് പാൽ ചായ തന്നെ വേണം. അപ്പോൾ അത് കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതേ ചോറ് കഴുകി തിളപ്പിക്കാനും വെച്ചു, കഞ്ഞിക്ക് വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ അരി കഴുകി അടപ്പത്തൊക്കെ ഇടും. അതിൻ്റെ ഇടക്ക് ഇതൊന്നും ഞാൻ കാണിക്കണില്ല. അതെ കടല ആയിരുന്നു, തലേദിവസം ഇടാൻ മറന്നു. അപ്പം ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ച് കടല ഇട്ടു. ഇടിയപ്പം ഉണ്ടായിരുന്നു, അപ്പം അതൊന്ന് ആവിയേറ്റി എടുത്താൽ മതിയായിരുന്നു. അപ്പം അതെ അരി തിളച്ചിട്ടുണ്ട്, കടല ദേ ഇട്ട് ഒന്ന് മൂടി വെക്കണേ കേട്ടോ. അപ്പോൾ ഇതൊരു യൂട്യൂബ് ചാനൽ കണ്ടൊരു ട്രിക്കാണ്, ചെയ്ത് നോക്കാമെന്ന് കരുതി. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ദിവസം പോണത്. അപ്പോഴത്തേക്ക് ഞാൻ ചോറ് തിളച്ചത് വാർക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം സാകേത് എണീറ്റ് വന്നിട്ടുണ്ട്. സാകേതിന് വെള്ളം ചൂടാക്കാൻ, മേല് കഴുകാനായിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തണുപ്പായത് കാരണം അവനങ്ങനെ പച്ചവെള്ളത്തിൽ കുളിക്കില്ല. അതിന് തലേദിവസം മോര് ഒന്ന് തിളപ്പിക്കണുണ്ട്, അതൊന്ന് തിളപ്പിച്ച് വെക്കണം. ഇതൊക്കെ നമ്മളൊരു ഡെയിലി വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളായതാണോ കേട്ടോ ഞാൻ കൂടുതൽ അങ്ങനെ ഒരു എടുത്ത രീതി. ഞങ്ങളെങ്ങനെ ചെയ്യണോ അത് ത്രൂ ആയിട്ട് പോകുന്നു. അതെ ശ്രേയസ് മുറിയിൽ നിന്ന് വന്ന് സെറ്റി വന്ന് കിടന്നു. ചേട്ടൻ ഓട്ടം പോകാനായിട്ട് തയ്യാറാകുന്നു. ചേട്ടൻ ഇറങ്ങി. അപ്പോൾ അതേ സാഗതിന് ചോറും മോര് കറി ഇത്തിരി ഒഴിച്ചിട്ടുണ്ട്. മുട്ട വറുത്തതും പപ്പടം വറുത്തതാണ് ഇന്ന് കൊടുത്തു വിടുന്നത്. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് 1 മണിക്കൂർ കടല ഓക്കെ ആയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞിട്ട് കുക്കറിലത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചത്തേങ്ങ അരച്ചും വെച്ചിട്ടുണ്ട്. കടലക്കറിയിലേക്ക് കുറച്ച് അരപ്പിടാനായിട്ട് അതും വെച്ചിട്ടുണ്ട്. സാകേതിന് 1 ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ സാകേതിനുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കി അതൊന്ന് ടിഫിൻ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സാകേത് റെഡിയാകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാം എടുത്തൊക്കെ വെക്കുന്നുണ്ട്. ഞാനിതൊന്നും കാണിക്കുന്നില്ല, ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഏകദേശം ഇതാട്ടോ കാണിക്കണത്. അപ്പോഴും ശ്രേയസ് അവിടെ എണീറ്റിട്ടില്ല. 8 മണിയാകാറായി. ശ്രേയസ് അവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണേണ്. പിന്നെ വിളിക്കാനും നിന്നില്ല, അവൻ എണീക്കട്ടെ, അവന് 10 മണിയാകുമ്പോൾ കഴിയുമ്പോൾ പോയാൽ മതിയല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ സാകേത് പയ്യെ റെഡി ആയിക്കൊണ്ടിരിക്കണേ കേട്ടോ, അവൻ 8:30 പോയാൽ മതി. അപ്പോൾ അത് കടലക്കറി ഇത്തിരി അധികം തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രേയസിന് ചാറ് ഇച്ചിരി അധികം വേണം, അത് കാരണം ഇത് നീട്ടി ചാറാക്കി എടുക്കണേണ്. അവന് ബ്രേക്ക്ഫാസ്റ്റിന് അധികം ചാറാണ് വേണ്ടത്, കടല കഴിക്കില്ല. അപ്പോഴത്തേക്കും ശ്രേയസ് എണീറ്റ് വന്ന് പല്ലൊക്കെ തേപ്പിച്ച് അതേ ശ്രേയസിനുള്ള ഫുഡ് ഞാൻ എടുക്കുന്നുണ്ട്. കണ്ടോ, ഇടിയപ്പവും കടല ചാറാണ് അവന് വേണ്ടത്. 1 ഗ്ലാസ് ചായയും. അപ്പോൾ ഈ ഗ്ലാസ് ചായ തന്നെയാണ് ഞങ്ങൾ മിക്കവരും ഉപയോഗിക്കുന്നത്. വെച്ചാൽ ഇതൊരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇനി ശ്രേയസിനെ കൊണ്ടിരുത്തി ശ്രേയസ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി.
അവന് കാർട്ടൂൺ വെച്ച് കൊടുത്തു, അവൻ കഴിച്ചു തുടങ്ങി. അങ്ങനെ ഞാനും ഇടിയപ്പവും കടലക്കറിയൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി. അപ്പോൾ അമ്മ പയ്യെ വന്നുണ്ട്, അമ്മ കഴിക്കാൻ തുടങ്ങാനായിട്ട്. സൗകര്യക്കുറവൊക്കെ ഉള്ള കാരണം നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ മോർണിംഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറുതാണ്, കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.